ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞാപ്പു കോയ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. സത്യമാണ്, ലോകോത്തര മലയാളികൾ മുഴുവൻ അറിയുന്ന അഭിനേതാക്കളാണ് ഇപ്പം കുഞ്ഞാപ്പു കോയ. അവരുടെ ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, രസകരമായിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നല്ല കോമഡിയാണ്. അവർ ആഡ്സാണ് ചെയ്യുന്നത്, പരസ്യമാണ്, മറ്റ് കടകളുടെയൊക്കെ പരസ്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നല്ല രസകരമായിട്ടുള്ള വീഡിയോസാണ്, ആരും കണ്ടിരുന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വീഡിയോസ് കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഞാൻ ഇന്ന് അവരുടെ ഒരു കണ്ടന്റ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിരിപ്പിക്കുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലിടയ്ക്ക് നമുക്ക് സങ്കടം വരുന്ന കുറച്ച് വീഡിയോസുകൾ അവരുണ്ട്. അതിലൊരു വീഡിയോസ് ഞാനിവിടെ ചേർക്കാം. അതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. അഭിനയമാണെങ്കിൽ പോലും ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നുണ്ട് നല്ല തന്മയത്വത്തോടു കൂടി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് നിങ്ങളുടെ മുമ്പിലൊന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയൂ. ഓക്കെ, ഉത്സവം അതൊക്കെ ഞാക്കറി പിടി കൊടുക്കാനേ പറ്റുള്ളൂ. ഇതിൽ ഒരു ബൾബും കത്തുന്നില്ല. തവളെ കൊല്ല വരവുണ്ട്. നീ കത്തിന്ന ബൾബും പീസും എന്താ പന്തൊന്നല്ലേ മകൻ പൗതി തിന്ന ആപ്പിളിന്റെ ഒരു ഫോൺ വാങ്ങി തന്നുക്കളൂ. തുടങ്ങി നീ പൈപ്പോണായിക്കോളല്ലോ. ഉത്സവം പൈപ്പോൺ ആരോ ഓണാക്കിക്കണേ. തവളെ ഞാൻ അതിന്റെ പേരണ്ണിയെ പറഞ്ഞേ. പൈപ്പോൺ ഐഫോണിന്റെ ഫോൺ കൊടുത്തു എല്ലാം അല്ല ആരെയും വന്നിക്കണ. തവളെ മറിയാമ തിരിച്ചാടുത്ത അവത്ത് കയറി. തവളെ നിന്റെ പേരാണേ. അത് ശരിയാണല്ലോ. ചോരയുടെ കാലിക്കൂടെ മനുഷ്യനെ പറ്റിയ രാവിലെ തന്നെ പേര്. അത് കാലിക്കൂടെ അല്ലേ പടച്ച തമ്പുരാനെ മുഹമ്മദ്. എങ്ങനെ നിന്റെ മോനോട് ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറം പോയ ശരിയാക്കിയതാണ്. ഇതിനുള്ള സീരിയറിനെ പമ്പറന്നോട് പറഞ്ഞാൽ കേൾക്കോ. പിന്നല്ലേ അങ്ങനെയാണ് സൈരനെ ഒഴിവാക്കാനേ. ഇതിന്റെ ഫിക്കു ഹക്കലാക്കൊക്കെ പോയിക്കോട്ടോ. അപ്പൊ ശരിയാക്കി തരാം. നമ്മള് കൂട്ടിയാ കൂടൂല. ആ കൊമ്പക്കാട് പോയാ കല്യാണ പരീക്കൾ വരുന്നുണ്ട്. യൂസ് പേ ഇരിക്കല്ലേ ഞാനുണ്ട്. അടച്ചോനെ കുട്ടം ബിരിയാണിയോ അതിന് ഈ ചെറുക്കം ഒന്നും അറിഞ്ഞാലല്ലേ. കുഞ്ഞപ്പോ വിളിച്ചിട്ട് കാര്യമില്ല. ചൂവ് മാറ്റൊന്നുമില്ലാതെ എങ്ങനെ അറിയാം കല്യാണത്തിന് വരിക. ഇന്നത്തെ കൈമാർക്കൊക്കെ ചൂവ് മാറ്റം ഒക്കെ കല്യാണത്തിന് വരുമ്പോ എനിക്ക് ഷൂവും ചെരുപ്പും ചെയ്യും. കല്യാണ പേരിൽ ചോറിട്ടുമല്ലോ. കുട്ടം ബിരിയാണി ആണല്ലോ. ആ ചെമ്പ് ചേച്ചക്കിന് മുന്നേ പോവാന്ന് വാ. ആ ചെമ്പക്ക് ആ ചോറ് കഴിഞ്ഞിട്ട് പോകാൻ ഞാൻ പോച്ചു. ഞാൻ ആ ട്രണ്ട് ഫാക്ടറിന്ന് ഷൂ ഓർഡർ ചെയ്തിട്ടേ. അടച്ച റബ്ബേ, സിമന്റ് ഫാക്ടറി എന്നൊക്കെ സാധനം എത്തുമ്പോൾ എത്ര കാലാവും. സിമന്റ് ഫാക്ടറി അല്ല, ട്രണ്ട് ഫാക്ടറി അല്ലൊരു ഓൺലൈൻ പേജിൽ നിന്ന് ഞാൻ ഷൂ ഓർഡർ ചെയ്തിട്ടേ. ഓര് കിട്ട് കൊടുത്തരോ പൊന്നാര കുഞ്ഞാപ്പോ. അതൊക്കെ എന്ന് വരുന്ന വെച്ചിട്ടാ. ഇന്ന് വരോ തൽക്കാലം പാന്റെ കുട്ടിയെ എടുക്കേ. ഇതിട്ട് കാണു പോയിക്കോ. അങ്ങോട്ട് പോകുമ്പോ കൈക്ക പിടിച്ചണ്ട, ഇങ്ങോട്ട് പോരുമ്പോ കൈക്ക പിടിച്ചാൽ മതി. കല്യാണത്തിന് വേണ്ട പോയ. ആ കുഞ്ഞാപ്പൂന്റെ ബർത്ത്ഡേ ആണ്. പൈസ ഒന്നും നോക്കിയില്ല, ആഘോഷിച്ചാന്ന് തന്നെ വിചാരിച്ചു. അയാളെ പിഷ്കൻ തന്നേണ്. ഒലക്ക് ചെലവാക്കും പൈസ ഒക്കെ. അയാൾക്ക് നമ്മളെ പോലെ കേക്ക് സ്റ്റുഡിയോക്ക് പോന്നൂടെ? അതന്നെ കുഞ്ഞാപ്പൂ നീച്ചേ ഇന്ന് ആഘോഷം തന്നെ ആഘോഷം. ഇത് അത് കുറിച്ചാളേ പടച്ച തമ്പുരാനെ. ഞാൻ ഒരു കേക്കാണ് ഞാൻ കൊട്ടാൻ പറഞ്ഞ ചെറീസൊക്കെ കുത്താണ്ട് ചെറീസ് അർജന്റ് എടാ. ഒരു കാര്യം വാങ്ങാൻ ഞാൻ പറ്റ മറന്നു. ഇത് മുറിച്ചാളെ കത്തിയായി സാരല്ല. അന്നം കൊടുത്തിട്ട് നാസാക്കി പറഞ്ഞാളില്ല. ഞാൻ പെരീന്ന് പോവാ. തൊപ്പി പറയുന്നുള്ളത് അതോ അതാ ഇതല്ല പറ്റ. പിന്നെ മറ്റെങ്കിലും പൊട്ടിച്ചോളൂ. ആ മോള് പോയി പൊട്ടണൊക്കെ ഞാൻ കൊടുത്തു. ആ ഐഫോൺ തന്നെയാണ്. കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ലാന്ന്. അപ്ഡേഷൻ ചെയ്യണമെന്ന്. ഞാൻ യൂസ്മെന്റ് ആ ചെറുക്കൻ്റെ അടുത്ത് കൊണ്ടുപോയോട്ടെ. ഇത് വെച്ച ഫോണ് അയിമത്തെ മാങ്ങ മുഴുവൻ പറിച്ചോ. ഞാൻ അതൊന്ന് അപ്ഡേഷൻ ചെയ്യാണ്ട് അതിന് പോവാ. എത്ര ഓരോരുത്തൊക്കെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞോ ഇത് ശരിയാക്കേണ്ടത്. ഇത് പ്രോമാക്സ് ആണ്. കുതിരളി ഇത് പറക്കൂല. നേരോ ഐഫോണിനെ കുറിച്ച് ചുരുക്കിയാൽ പറഞ്ഞാൽ എനിക്ക് പിന്നല്ലേ ഓന അതുമില്ല. ഇങ്ങോട്ട് തെരയുന്നേ. ഇതിമൊരു ലൈന് വരുന്നു. ആര് ശരി ലൈനല്ല, വേറെ ലൈന് വരുന്നു. ഈ ഫോണും ഒരു പച്ച കളറിലോ ഇങ്ങനെ ചിഹ്നം വരേണ്ടി വന്നു. അതൊന്നും ഒന്നും വരൂല. അങ്ങനെ തരുന്നേ. ഐഫോൺ ഇസ് വെരി ഇമ്പോസിബിൾ ഫോൺ. ഐഫോൺ ഐഫോണിന്റെ മെസ്സേജ് ടൂൺ പറഞ്ഞ പ്രശ്നം ആ മെസ്സേജിന് ടൂൺ കണ്ട അവര് അപ്ഡേറ്റ് ആയിക്കൊണ്ട് കേട്ടോ. എന്താ മാറ്റം
പടച്ച റബ്ബേദിന്റെ മുന്നും പിന്നൊക്കെ ഒരേ മതിയായോ മാങ്ങ മൊബൈൽ ശരിയാവും ഇംഗ്ലീഷ് വലത്തിക്കാണിന്നോണി മര്യാദ ശരിയാക്കി തന്നത് അതിനിങ്ങനെ ആയി കഴിഞ്ഞാൽ എവിടെ നേരാക്കി തരൂലേ? പടച്ച തമ്പുരാനെ പെട്ടല്ലേ മനസ്സിലാവും എന്ന് മോളെ കാണാൻ ആള് വരുന്നുണ്ടല്ലേ? ആ വന്നിങ്ങനെ പോകാന്നല്ലാതെ നിറം കമ്മിയായിട്ട് ആർക്കും പറ്റണില്ല. പോയി നോക്കട്ടെ. ആ തന്തന്റെ കോലം കണ്ടിട്ടേ മകൾ വോൾട്ടേജ് ഉണ്ടാവും തോന്നില്ല. ആ വരി വരി കേറിയിരിക്കി. ആ ചാടുത്ത് കുടിച്ച് അതൊന്ന് നോക്കിക്കോ. ആ എന്റെ കുട്ടിയാണ്. വെക്കടാ ഒരു അതപ്പില്ലാതെ. ആരല്ല കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ തന്നെയല്ലേ. എന്ത് കുട്ടികള് എന്റെ വളർത്തു ദോഷം അതൊക്കെ നിങ്ങളെ കുടുംബത്തിൽ നടക്കുള്ളൂ. നിങ്ങൾ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ. നിങ്ങൾ കുടിച്ചോളി. ഓ അങ്ങനെയൊക്കെ തന്നെ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ കാര്യം. ഒന്നും ഒന്നാണ് ഇച്ചിന്റെ 2 കുട്ടികൾ ഒരേ മായ. എന്റെ പെണ്ണ് കുറച്ച് നിറം കമ്മിണ്ടെന്നുള്ളൂ. അതൊക്കെ ആരെയും കെട്ടിക്കൊണ്ടേക്കോളൂ. പക്ഷെ എന്റെ ചെറുക്കനെ ഒലിപ്പിച്ചിട്ട് എന്റെ പെരീക്ക് എന്റെ പെണ്ണിന് പറഞ്ഞ കച്ചി യാതൊരു താല്പര്യമില്ല. ഒളിച്ചിറക്കി പോയിക്കോ എന്റെ പെരീന്ന് പോലേറ്റി. കൊച്ചിനുട്ടി കോലി പറഞ്ഞിട്ട് സങ്കടമായോ? കുട്ടി എന്തിനാ അങ്ങനെ കാട്ടിയേ? എനിക്കത് തിന്നാൻ പൂജായിട്ടാ പറ്റിയ ഉമ്മച്ചി വിരുന്നാരും വന്നാൽ മാത്രം പോട്ടൊക്കെ എടുക്കലുള്ളൂ. ഇനി അങ്ങനെ ചെയ്യൂല പറ്റിയ. ഇപ്പച്ചന്റെ കുട്ടിക്ക് എന്താ വേണ്ടേ? ബേക്കറി അല്ലേ, അത് എവിടെ നല്ലത് കിട്ടുമോ വെച്ചാൽ അവിടേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകും. കണ്ടല്ലോ നിങ്ങൾ ഈ അവസാനം കണ്ട വീഡിയോസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടപ്പോൾ എന്തൊരു വിഷമം തോന്നി. ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ കഥാപാത്രങ്ങളായി മാറുകയാണ് കുഞ്ഞാപ്പും പോയി. അപ്പോൾ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.